നിങ്ങളിപ്പോൾ പറഞ്ഞ കിച്ചു ആണ് പറഞ്ഞത് അവനൊരു അനിയൻ വേണമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഋതുൽദാസ് എന്ന് പറയുന്ന മകൻ ജനിച്ചത് ലിംഗനിർണ്ണയം നടത്തിയ ശേഷമാണ് എന്നൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. അപ്പം കൊല്ലസുതി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകനെ ഞാൻ സ്റ്റേജിൻ്റെ പിന്നിൽ ഉറക്കി കിടത്തിയിട്ടാണ് ഷോ ചെയ്യാണ്ട് കയറുന്നത്. അതേപോലെ തന്നെ അസീസ് നെടുമങ്ങാട് പറഞ്ഞിട്ടുണ്ട്, സുധിച്ചേട്ടൻ സ്റ്റേജിൽ കയറുന്ന ടൈമിൽ ഞാനായിരുന്നു കുട്ടിയെ നോക്കിയിരുന്നത്. പക്ഷേ കിച്ചുവും കൊല്ലസുതിയുടെ അമ്മയും വന്ന് പറയുന്നു കിച്ചുവിനെ കൊച്ചിനെ പോലും നോക്കിയത് ഈ പറഞ്ഞ കൊല്ലസുതിയുടെ അമ്മയായിരുന്നു എന്ന്. ഇതിനകത്ത് ആര് പറയുന്നത് വിശ്വസിക്കണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതിയുടെ വിവാദമായ ഇൻ്റർവ്യൂവിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. സോ ഈ ഒരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്, അതായത് ഈ സെക്കൻഡ് പാർട്ടിനെ ബേസ് ചെയ്ത് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ. കാരണം മറ്റൊന്നുമല്ല, ഇത് രണ്ട് പാർട്ടായിട്ട് ചെയ്യാണ്ട് എനിക്ക് ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഇരുന്ന് ലോങ് വീഡിയോ ചെയ്യാണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എൻ്റെ വീഡിയോസ് ഒരു 12 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം ഒരു 20 മിനിറ്റ് അത്രയൊക്കെ കൊണ്ട് എത്തിക്കാറുള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ ഇരുന്ന് വീഡിയോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റർവ്യൂ നമുക്ക് ഒറ്റ പാർട്ടിൽ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റില്ല. സോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വലുതായി കഴിഞ്ഞപ്പം ക്യാൻസർ ആയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒന്നും വേണ്ട, എന്നെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മേ അല്ലെങ്കിൽ സ്നേഹത്തോടെ അവനൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഇത് പറയത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അവനെ പറ്റി. ഞാനല്ലേ പറയത്തില്ലായിരുന്നു, ഒന്നും പറയത്തില്ലായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലൊതുക്കി. ഇപ്പോൾ ചിത്ര പറഞ്ഞു എന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാൻ ജീവിച്ചിരുന്നു. പക്ഷെ മാക്സിമം നമ്മൾ മനുഷ്യരാണ്, നെല്ലിപ്പലക കണ്ടെന്ന് പറയത്തില്ല, മാക്സിമം ഞാൻ അത്ര സ്നേഹിച്ചൊരു എൻ്റെ ഋതപ്പനെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. അത് സുധിച്ചേട്ടനറിയാം, എപ്പോഴും പറയാനും സുധിച്ചേട്ടൻ. അതിന് ഉദാഹരണം ആരും പറയണ്ട. സ്റ്റാർ മാജിക്കിൽ ആദ്യമായിട്ട് ഫാമിലിയെ കാണിച്ചു, ഞങ്ങളെ കാണിച്ചു. ഇദ്ദേഹം എന്താ പറഞ്ഞെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. രണ്ടാനമ്മ എന്ന് പറയുന്നത് ഇവൾക്ക് ഇഷ്ടം. ആ ഒരു എപ്പിസോഡ് ഞാനും കണ്ടതാണ്. അന്ന് അങ്ങനെയാണ് പറഞ്ഞത്, രണ്ടാനമ്മ അല്ല ഇവൻ്റെ അമ്മ തന്നെയാണ് രേണുസുതി എന്ന് കൊല്ലസുതി പറഞ്ഞതാണ്. അത് ഞങ്ങളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ബന്ധം എവിടെ നിന്നിട്ടാണ് മോശമായെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഓർക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് ഒരു യൂട്യൂബറുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് കിച്ചുവിനുണ്ടായ ചില മാനസിക ആഘാതങ്ങൾ കൂടിയായപ്പോഴത്തേക്ക് നിങ്ങളുടെ ബന്ധം തീർത്തും വഷളായി. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ നിങ്ങളെ തിരിഞ്ഞ് നോക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തമ്മിൽ ഇതിനു മുൻപ് ഇത് സംസാരിച്ച് പരിഹരിക്കാമായിരുന്നു, ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാതെ. പക്ഷേ നിങ്ങൾ രണ്ട് കൂട്ടരും അതിന് തയ്യാറായില്ല. നിങ്ങൾക്കൊരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ചാൽ തീരുന്നൊരു വിഷയം നിങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇത്രത്തോളം അത് വലുതാക്കിയത്. അല്ല, അവിടെ സ്വന്തം മോനെ അങ്ങനെയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്, ആരും വെച്ച് പറഞ്ഞൊന്നുമല്ല, ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്. അങ്ങനെയാണ് ഞാൻ കൊണ്ടു നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അത് അവനും അറിയായിരുന്നു. എന്നിട്ടാണ് അവനിപ്പോൾ എല്ലാവരുമായിട്ട് ചേർന്ന് പൈസ അയക്കോ എന്തോ ആകട്ടെ, എന്തിനുമാണെന്നറിയത്തില്ല, എല്ലാവരും അമ്മേനെ നെഗറ്റീവ് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന റീച്ച് ഉണ്ടാക്കുന്ന നമുക്കൊന്നും ചെയ്യാം എന്നായിരിക്കും ഓർത്തത്. ചിലപ്പോൾ ബിഗ് ബോസിൽ കയറാനായിട്ടുള്ള ഒരു പടിയായിട്ടായിരിക്കും കേറട്ടെ. കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് സെലക്ട് ആയി എന്നൊരു വാർത്ത ഇതിനോടകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എത്രമാത്രം കൺഫേം ആണെന്ന് നമുക്കറിയില്ല. ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ് ഈ പറഞ്ഞ കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 8 കൺഫേം ആയിട്ടും രാഹുൽ ദാസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ സീസണിനകത്ത് രേണുസുതി വന്ന പോലെ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം രേണുസുതി പൊടുന്നനെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ നിലവിൽ ക്യാഷ് ഇല്ല, അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ ഇത്രത്തോളം സെൻസേഷനാക്കി മാറ്റാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മേ ബി ഈ പറഞ്ഞ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും. ഒരു പക്ഷേ ഇവർ രണ്ടുപേരും കൂടി ഉള്ള ഒത്തുകളിയായിരിക്കാം. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി വരുമ്പോഴത്തേക്ക് കിച്ചുവിന് കുറച്ചുകൂടി ബൂസ്റ്റപ്പ് കിട്ടും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും കൂടി ഒത്തുകളിക്കുന്നതാണോ, ഇനിയിപ്പം അവനെ കരിവാരിത്താക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇൻ്റർവ്യൂ കൊടുത്തതാണോ, നമുക്ക് എന്തായാലും ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്നും അറിയത്തില്ല. സോ ബാക്കിയും കൂടി കാണാം. ഇപ്പൊ ഒരു അമ്മയുടെ സ്നേഹം ഇല്ലാണ്ട് ഒരു കുട്ടി വളരുമ്പോ, ഒരു ആൺകുട്ടി വളരുമ്പോ അവര് വഴിതെറ്റി പോവാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസവും കൂടെ ഒരു വീഡിയോ വന്നല്ലോ, സുധിച്ചേട്ടൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായിട്ട് ഇരുന്നിട്ട്, ഞാനല്ലേ മോനെ കുഞ്ഞിലെ തൊട്ടേ നോക്കിയത്, അമ്മ അല്ലെങ്കിൽ അച്ഛമ്മ നോക്കി കുട്ടിയല്ലേ അത്. അല്ലേ, എനിക്ക് 11 വയസ്സ് തൊട്ടല്ലേ കിട്ടിയത്. ഞാൻ നന്നായിട്ട് നോക്കിയില്ലേ, 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആരുമില്ലായിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞത് കുഞ്ഞിലെ തൊട്ട് അവരല്ലേ വളർത്തിയത്, എന്തുകൊണ്ടപ്പം എന്നെ വഴിതെറ്റിപ്പോയി ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി? എൻ്റെ അച്ഛമ്മ വളർത്തിയതാ. ആ മോനെ ആരാ വളർത്തിയത്? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അച്ഛമ്മ വളർത്തിയ കുട്ടി എങ്ങനെ, അമ്മയെക്കാളും വളരെ ഇതോടെ വളർത്തുന്നതാണ് അച്ഛമ്മ. അവർക്ക് ഒരുപാട് അറിവുള്ളതാണ്.
വളർത്തിയ കുട്ടിയല്ലേ, വല്യച്ഛനും വല്യമ്മയും വളർത്തിയ കുട്ടിയല്ലേ. ഇത് നൈസായിട്ട് ഇവർ പ്ലേറ്റ് മറിച്ച് വെച്ചതാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ രേണുസുതിയുടെ അശ്രദ്ധക്കുറവ് മൂലമാണ് ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് മറ്റ് പല അസന്മാർഗീയ പ്രവർത്തനങ്ങളും ചെയ്തതെന്ന് ധാരാളം വ്ളോഗേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വന്ന ആ ഒരു ആരോപണത്തെ നൈസായിട്ട് കൊല്ലസുതിയുടെ കുടുംബത്തിന് മേളിലേക്ക് തിരിച്ചുവിടാണ്ട് രേണുസുതിക്ക് സാധിച്ചു. അതിനുള്ള വഴി ശരിക്കും പറഞ്ഞാൽ കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് ആണ് ഒരുക്കി കൊടുത്തത്. അയാളുടെ ഒരു വ്ളോഗിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ നോക്കിയത് അച്ഛൻ്റെ അമ്മയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് രേണുസുതിക്ക് ചോദിക്കാം, ഞാനല്ലല്ലോ കുറ്റക്കാരി, അവനെ വളർത്തിയത് ഞാനല്ല എന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് അവർ ചോദിക്കുന്നു. ഇത് നൈസായിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തതാണ്. എന്താണ് വഴിതെറ്റിപ്പോയത്? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും കിച്ചുമായിട്ട് രാഹുൽ ദാസുമായിട്ട് കുറച്ച് ഏജിന് ഡിഫറൻറ്റേ ഉള്ളൂ. ഞങ്ങൾ ഒരു അമ്മ മകരെന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാൻ അമ്മയെ എന്താ പറയുക, അത്രയും ഒരു ഏജുള്ള കുട്ടിയെ ഞാൻ സ്വന്തം മോനായിട്ട് സ്വീകരിക്കണമെങ്കിൽ എൻ്റെ മനസ്സാലോചിക്കും. എനിക്കെന്ത് കുട്ടികളൊന്നും ഇല്ല. പിന്നെയാണ് കിച്ചു. പിന്നെ ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചതെങ്കിൽ അത് കിച്ചുവിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. സുധിച്ചേട്ടൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ നമുക്ക് കിച്ചു മാത്രം മതി, ഞാൻ സമ്മതിച്ചാണ്, വേറെ ആരും വേണ്ട. കാരണം കുഞ്ഞിന് വിഷമം. ആ സമയത്ത് എൻ്റെ വീട് അപ്പുവിൻ്റെ സിനിമയൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് വിഷമം, ഇവന് വേറെ വിഷമിപ്പിക്കരുതെന്ന് ഓർത്ത്. പക്ഷെ കിച്ചു ഇങ്ങോട്ട് പറഞ്ഞു എനിക്കൊരു അനിയനെ വേണം, അതുകൊണ്ട് മാത്രമാണ് ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചേക്കുന്നത്. അപ്പം അവന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഒഴിഞ്ഞു വെച്ചതാണ് അമ്മ എന്ന നിലയിൽ. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ വേദനിപ്പിച്ചിട്ട്. എൻ്റെ പൊന്നു രേണു, ഇമാതിരി അബദ്ധമൊന്നും വിളിച്ച് പറയില്ലേ. കാരണം ഇന്ത്യയിൽ ഒരു കുട്ടി ജനിക്കുന്നതിന് മുൻപ് അതിൻ്റെ ലിംഗം നിർണ്ണയിക്കാനായിട്ടുള്ള ടെസ്റ്റുകൾ നടത്താൻ പാടില്ല. നിങ്ങളിപ്പോൾ ഈ വിളിച്ച് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആരെങ്കിലും കൊണ്ട് കേസ് കൊടുത്താൽ നിങ്ങൾ പെട്ടുപോകും. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞു തന്നെ കിച്ചു ആണ് പറഞ്ഞത് അവനൊരു അനിയൻ വേണമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഋതുൽദാസ് എന്ന് പറയുന്ന മകൻ ജനിച്ചത് ലിംഗനിർണ്ണയം നടത്തിയ ശേഷമാണ് എന്നൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ കാണിക്കുന്ന വെറും മണ്ടത്തരമാണ്. ഓൾറെഡി നിങ്ങളെ എങ്ങനെ വേട്ടയാടാമെന്ന് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ആ ഒരു ടൈമിലാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചുമ്മാ അനാവശ്യമായിട്ടുള്ള വള്ളിക്കെട്ടൊന്നും ഉണ്ടാക്കി വെക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, എനിക്കൊരു അനിയനോ അനിയത്തിയോ വേണമെന്ന് കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം വിഷയം വരത്തില്ല. ഇത് വല്ലവനും കൊണ്ട് കേസ് കൊടുക്കുകയോ ഇതിനകത്തൊരു അന്വേഷണം ആവശ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തെളിയിക്കാൻ നടക്കേണ്ടി വരും. അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയിട്ടില്ല, കാര്യങ്ങൾ നടത്തിയിട്ടില്ലെന്ന്. അത് തെളിയിക്കാൻ ഈസിയാണ്. കാരണം നിങ്ങളുടെ പ്രസവം എവിടെയാണോ എടുത്തത് അവിടെ ചെന്നിച്ച് കൃത്യമായിട്ട് ഡോക്ടർമാരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർ അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും. പക്ഷേ നിങ്ങളെ ചുറ്റിക്കാൻ കുറച്ച് ദിവസം കേസും കൂട്ടമായിട്ട് നിങ്ങളൊന്ന് വട്ടം ചുറ്റിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇമാതിരി മണ്ടത്തരങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ വിളിച്ച് പറയില്ലേ. അവനെ എത്രയോ പേര് സ്വന്തം മക്കളെ കൊന്നു കുഴിച്ചു മൂടുന്നില്ലേ? ഇല്ലേ? കടലിലെറിഞ്ഞ് കൊല്ലുന്നില്ലേ സ്വന്തം മക്കളെ? ഞാനൊരു വാക്കുകൊണ്ട് നോക്കൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ വേദനിപ്പിച്ചെങ്കിൽ ആ കുട്ടി അന്നേ പോകത്തില്ലേ? ഈ വളർത്തിയോരുടെ അടുത്ത് പോകത്തില്ലേ? പിന്നെ എന്തിനാണ് സുധിച്ചേട്ടൻ ഈ എൻ്റെ ഭർത്താവ് തൊട്ടിയിട്ട് സ്റ്റേജിൻ്റെ പുറകിൽ ഒക്കെ ഈ കുഞ്ഞിനെ വളർത്തിയത്, നോക്കിയത്? പല ആർട്ടിസ്റ്റുകളും കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അന്നൊന്നും എനിക്കറിയത്തില്ല ഇവരെ. ഇത്രയും വളർത്തിയവർ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? കൊല്ലസുതി പറയുന്നത് വിശ്വസിക്കണോ, കിച്ചു പറയുന്നത് വിശ്വസിക്കണോ? കിച്ചു പറഞ്ഞിട്ട് കൊച്ചിനെ പോലെ എന്നെ നോക്കിയത് ഈ പറയുന്ന കൊല്ലം സുധിയുടെ അമ്മയാണ്, അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ കുടുംബമാണെന്നാണ് കിച്ചു പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ കൊല്ലം സുധി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകനെ ഞാൻ സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് സ്റ്റേജിൻ്റെ പിന്നിൽ ഉറക്കി കിടത്താറുണ്ടായിരുന്നു. ഈ പറഞ്ഞ കൊല്ലം സുധിയുടെ കുടുംബം കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസിനെ കൊച്ചിലെ മുതൽ നോക്കി വളർത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനൊരു സിറ്റുവേഷൻ കൊല്ലം സുധിക്ക് ഉണ്ടാവില്ലായിരുന്നു. സ്റ്റാർ മാജിക്കിൽ സുധിയുടെ സഹതാരവും നിലവിൽ മലയാള സിനിമയിലെ അത്യാവശ്യം ക്യാരക്ടർ റോളൊക്കെ ചെയ്യുന്ന നടനുമായിട്ടുള്ള അസീസ് നെടുമങ്ങാട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സുധിച്ചേട്ടൻ സ്റ്റേജിൽ ഷോ ചെയ്യുന്ന ടൈമിൽ കുട്ടീനെ നോക്കുന്നത് ഞാനായിരുന്നു എന്ന്. അപ്പോൾ സത്യത്തിൽ ആരാണ് ഈ കള്ളം പറയുന്നത്? ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം? ഇങ്ങനെ ചെയ്യുമായിരുന്നോ? സുചേട്ടൻ ഈ വിഷമിച്ച് ഈ മനുഷ്യൻ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേന് സ്റ്റേജിന്റെ പുറകിൽ എന്തുകൊണ്ട് കിടത്തി ചോദിക്കുന്നു ഞാൻ. അവർക്ക് വളർത്താൻ മേലായിരുന്നോ? പൊന്നുപോലെ വളർത്തിയിരുന്നെങ്കിൽ. വീട്ടുകാർ അപ്പൊ ഇപ്പോഴാണ് ഇതെല്ലാം ആയത്. ഇതൊക്കെ എന്റെ ന്യായങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കിതിനകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഡൗട്ട് തോന്നുന്നു. കാരണം കൊല്ലസുധി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകനെ ഞാൻ സ്റ്റേജിൻ്റെ പിന്നിൽ ഉറക്കി കിടത്തിയിട്ടാണ് ഷോ ചെയ്യാണ്ട് കയറുന്നത്. അതേപോലെ തന്നെ അസീസ് നെടുമങ്ങാട് പറഞ്ഞിട്ടുണ്ട്, സുധിച്ചേട്ടൻ സ്റ്റേജിൽ കയറുന്ന ടൈമിൽ ഞാനായിരുന്നു കുട്ടിയെ നോക്കിയിരുന്നത്. പക്ഷേ കിച്ചുവും കൊല്ലസുധിയുടെ അമ്മയും വന്ന് പറയുന്നു കിച്ചുവിനെ കൊച്ചിനെ പോലും നോക്കിയത് ഈ പറഞ്ഞ കൊല്ലസുധിയുടെ അമ്മയായിരുന്നു എന്ന്. ഇതിനകത്ത് ആര് പറയുന്നത് വിശ്വസിക്കണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സോ ഗൈസ്, നിങ്ങൾ ഇതിനു മുമ്പ് സ്റ്റാർ മാജിക്കിനകത്ത് ഇവരുടെ ഫാമിലി വന്ന ആ ഒരു എപ്പിസോഡ് എടുത്ത് വെച്ച് നോക്കണം. ആ എപ്പിസോഡിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൊല്ലസുധിയും നമ്മുടെ അസീസ് നെടുമങ്ങാടും
ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിനെ സ്റ്റേജിന് പിന്നിൽ ഉറക്കി കടത്തിയ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ളപ്പോൾ ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോ എന്തായാലും ഇവർ തമ്മിലുള്ള ഈ ചെളിവാരിയിൽ ഇനിയെങ്കിലും അവസാനിപ്പിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ബൈ.